നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന കർഷകർക്ക് ഏറെ ആശ്വാസവും സന്തോഷവും നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ അടുത്ത ഗഡുവിനെക്കുറിച്ചും പദ്ധതിയുടെ ഭാവി സാധ്യതകളെക്കുറിച്ചും വളരെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത്. PM കിസാൻ പദ്ധതി ഉടൻ നിർത്തലാക്കുമോ? അടുത്ത ഗഡു എപ്പോഴാണ് അക്കൗണ്ടിലേക്ക് എത്തുക? 2031 വരെയുള്ള വർഷങ്ങളിൽ ഈ പദ്ധതി തുടരുമോ? കൂടാതെ KYC ചെയ്തില്ലെങ്കിൽ പണം ലഭിക്കാതെ പോകുമോ? എന്നിങ്ങനെ കർഷകർക്കിടയിൽ ഉയർന്നു കേട്ടിരുന്ന നിരവധി ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള തുടർന്നുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. കഴിഞ്ഞ ജൂലൈ 31 ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് കർഷകരെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം കൈക്കൊണ്ടത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി അത് വരും വർഷങ്ങളിലും യാതൊരു തടസ്സവുമില്ലാതെ തുടരുമെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 2026-27 സാമ്പത്തിക വർഷം മുതൽ 2030-31 വരെയുള്ള കാലയളവിലേക്ക് പദ്ധതി നീട്ടുന്നതിനായിട്ട് ഏകദേശം 3.15 ലക്ഷം കോടി രൂപയുടെ ഭീമമായിട്ടുള്ള സാമ്പത്തിക വിഹിതമാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ച് ഉത്തരവായിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കാരണം ഉടൻ അവസാനിപ്പിച്ചേക്കാം എന്ന രീതിയിലൊക്കെ തന്നെ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കും സംശയങ്ങൾക്കും ഇതോടെ പൂർണ്ണമായ വിരാമമായിരിക്കുകയാണ്. യോഗ്യരായ രാജ്യത്തെ മുഴുവൻ ചെറുകിട ഇടത്തരം കർഷകർക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഈ സാമ്പത്തിക ആശ്വാസം വരും വർഷങ്ങളിലും തുടർച്ചയായി തന്നെ യാതൊരു തടസ്സവുമില്ലാതെ ലഭിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. 2019 ഫെബ്രുവരി മാസത്തിലാണ് കർഷകരെ സാമ്പത്തികമായിട്ട് പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യരായിട്ടുള്ള ഓരോ കർഷക കുടുംബത്തിനും പ്രതിവർഷം 6000 രൂപ വീതമാണ് സാമ്പത്തിക ധനസഹായമായിട്ട് ലഭിക്കുന്നത്. ഈ തുക ഒരുമിച്ച് നൽകുന്നതിന് പകരമായിട്ട് 2000 രൂപ വീതമുള്ള 3 തുല്യ ഗഡുക്കളായിട്ടാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ 4 മാസം കൂടുമ്പോഴും തുക നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന തരത്തിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT സംവിധാനമാണ് ഇതിനായി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇടനിലക്കാരുടെയൊക്കെ തന്നെ യാതൊരുവിധ ഇടപെടലുകളും ഇല്ലാതെ പൂർണ്ണമായും സുതാര്യമായി തന്നെ അപേക്ഷകന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നതാണ് ഈ കേന്ദ്ര പദ്ധതിയുടെ പ്രധാന സവിശേഷത. പദ്ധതിയുടെ കഴിഞ്ഞ ഗഡുവായിട്ടുള്ള 23ാമത്തെ ഗഡു 2026 ജൂൺ 20-നായിരുന്നു രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തത്. മിക്ക സംസ്ഥാനങ്ങളിലെയും കർഷകർക്ക് അന്നേ ദിവസം തന്നെ തുക അക്കൗണ്ടിൽ ലഭിച്ചപ്പോൾ ചിലർക്ക് ബാങ്ക് നടപടിക്രമങ്ങളിലെ സാങ്കേതികത മൂലം കുറച്ച് ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് പണം ലഭിച്ചത്. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് അടുത്തതായിട്ട് ലഭിക്കേണ്ട 24ാമത്തെ ഗഡു എന്ന് വരും എന്നറിയാനാണ്. ഇതുവരെ ഇത് സംബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മുൻകാല വിതരണ രീതികളൊക്കെ പരിശോധിക്കുമ്പോൾ 2026 ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള ആ ഒരു മാസങ്ങൾക്കിടയിൽ പണം അക്കൗണ്ടിലേക്ക് എത്തുവാൻ വലിയ സാധ്യതയുണ്ട്. മുൻ വർഷങ്ങളിൽ ഒക്ടോബർ ആദ്യവാരം മുതലോ അല്ലെങ്കിൽ നവംബർ പകുതിയോടെയോ ഗഡുക്കൾ വിതരണം ചെയ്തിട്ടുള്ളതിനാൽ തന്നെ ഇത്തവണയും ആ സമയത്ത് തന്നെ നമുക്ക് തുക പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ അടുത്ത 24ാമത്തെ ഗഡു തടസ്സങ്ങളില്ലാതെ ലഭിക്കണമെങ്കിൽ കർഷകർ അടിയന്തരമായിട്ട് പൂർത്തിയാക്കേണ്ട ചില പ്രധാനപ്പെട്ട നടപടികളുണ്ട്. നിങ്ങളുടെ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിക്കുകയും KYC പ്രക്രിയ പൂർത്തിയാക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ്. കൂടാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സജീവമാണോ, ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ രേഖകളിൽ കൃത്യമാണോ, ആധാർ NPCI മാപ്പിംഗ് പൂർത്തിയായിട്ടുണ്ടോ എന്നിവയും പരിശോധിച്ച് ഉറപ്പുവരുത്തണം. പലപ്പോഴും ഒരേ പ്രദേശത്തെ മറ്റ് സുഹൃത്തുക്കൾക്ക് പണം ലഭിക്കുകയും ചിലർക്ക് മാത്രം പണം ലഭിക്കാതിരിക്കുകയും ചെയ്യാറുണ്ട്. അപേക്ഷയിലെ തെറ്റായ വിവരങ്ങൾ, പേരിലെ അക്ഷരത്തെറ്റുകൾ, ലാൻഡ് സീഡിങ് പൂർത്തിയാക്കാത്തത്, NPCI മാപ്പിംഗ് ഇല്ലാത്തത് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ട ഗഡു ഇത്തരത്തിൽ തടസ്സപ്പെടുന്നത്. ബാങ്കുമായോ അക്ഷയ കേന്ദ്രങ്ങളുമായോ ബന്ധപ്പെട്ട് ഈ പോരായ്മകളൊക്കെ തന്നെ പരിഹരിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ 2031 വരെയുള്ള ദീർഘകാലത്തേക്ക് പദ്ധതി ഉറപ്പായിട്ട് തുടരുമെന്നതും കർഷകർക്ക് വർഷത്തിൽ 6000 രൂപ വീതം ലഭിക്കുമെന്നതുമാണ് ഈ ഒരു വലിയ പ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. കേന്ദ്ര സർക്കാർ ഇതിനായിട്ട് തുക മാറ്റിവെച്ചതിനാൽ തന്നെ അർഹരായിട്ടുള്ള എല്ലാ കർഷകർക്കും തുടർന്നും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്ത ഗഡു തുക അത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഫോണിൽ SMS സന്ദേശം ലഭിക്കുന്നതായിരിക്കും. ഇതുകൂടാതെ PM കിസാൻ്റെ ഔദ്യോഗിക പോർട്ടൽ സന്ദർശിച്ച് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഭാഗം പരിശോധിച്ചോ ബാങ്ക് പാസ്ബുക്ക് പ്രിന്റ് ചെയ്തോ നിങ്ങൾക്ക് തുക ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താവുന്നതാണ്. PM കിസാനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇവയൊക്കെയാണ്. ഈ വിവരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരേക്ക് കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുവാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.